2025 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു വർഷമായിരുന്നു. കാരണം 2024 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായി, സി പി എമ്മിന് തിരിച്ചടി ഉണ്ടായി. അവർക്ക് ആകെ ഒരു സീറ്റ് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. 2019 അപേക്ഷിച്ച് 24 ഉണ്ടായിരുന്നൊരു വ്യത്യാസം. 2019 ശബരിമല യുവതീ പ്രവേശനം പോലെ വളരെ വൈകാരികമായിട്ടുള്ളൊരു വിഷയമുണ്ടായിരുന്നു. 24 അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും എൽ ഡി എഫിന് വലിയ തിരിച്ചടി നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ തിരിച്ചടിയിൽ നിന്ന് എങ്ങനെ എൽ ഡി എഫിന് മുക്തമാകാൻ സാധിക്കും, എങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് 5 വർഷം മുമ്പ് ഇതുപോലെ സന്ദർഭത്തിൽ 2020 ചെയ്ത പോലെ നെൽ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതായിരുന്നു നമ്മുടെ മുമ്പിലായിരുന്ന വിഷയം. അപ്പോൾ വളരെ പ്രകടമായ ഒരു ഭരണവിരുദ്ധ വികാരം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുണ്ടായൊരു സംഭവം 24 അവസാനം 25 ആദ്യമായിട്ട് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേരള പോലീസിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചും ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ചും ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഒരു സംഘപരിവാർ വൽക്കരണത്തെക്കുറിച്ചുള്ളൊരു വലിയ നറേറ്റീവ് നമ്മുടെ PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്നു. അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വ്യാപകമായിട്ട് വിശ്വസിച്ചു. മുസ്ലിങ്ങൾക്ക് കേരള സർക്കാരിനെയും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-നെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ മൂർധന്യത്തിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു, തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമായി. ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു ജനഹിത പരിശോധന പോലെയാണ് നടത്തപ്പെട്ടത്. അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി LDF മത്സരിപ്പിച്ചുവെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല. അൻവർ തന്നെ ഒരു റിബൽ സ്ഥാനാർത്ഥിയുടെ മാതൃകയിൽ അവിടെ മത്സരിച്ചു, 10,20,000 വോട്ട് പിടിച്ചു. എങ്കിൽ പോലും UDFൻ്റെ വിജയസാധ്യതകളെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവിടെ ആര്യൻ ഷൗക്കത്ത് മാന്യമായ ഭൂരിപക്ഷത്തോട് വിജയിച്ചു. ഇത് സത്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് ഏറ്റവും ഒരു തിരിച്ചടിയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് സാധാരണയിൽ അത്ര വലിയൊരു വിഷയമാകേണ്ടതില്ല, പക്ഷേ ഈ രീതിയിലുള്ള ഒരു നറേറ്റീവ് അവിടെ വന്നുകൊണ്ട്, അതായത് മുസ്ലിം മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ എന്ന രീതിയിലുള്ളൊരു ചേരിതിരിവ്, ഒരു വേർതിരിവ് ഉണ്ടായി. അതിനുശേഷമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. അത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളെയും വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ മൊത്തത്തിൽ ആളുകൾ മുഴുവനായിട്ട് തന്നെ സർക്കാരിനെതിരാവുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതാണ് പിന്നീട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്തത്. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്രതിഫലനം ഇതിൽ കാണാൻ കഴിയും. പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലകളിലാണ് ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, തൃശ്ശൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, മലപ്പുറം ജില്ല, വയനാട് ജില്ല, കോഴിക്കോട് ജില്ല ഭാഗികമായി. അപ്പോൾ ഇങ്ങനെ ന്യൂനപക്ഷ മേഖലകളിൽ ക്രിസ്ത്യനായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ വലിയ തിരിച്ചടിയാണ് LDF നേരിടേണ്ടി വന്നത്. എന്നാൽ പരമ്പരാഗത LDF ശക്തി കേന്ദ്രങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ല, അതുപോലെ കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല, പിന്നെ തൃശ്ശൂർ ജില്ല, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും അത്ര വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല. പാലക്കാട് ജില്ലയിലൊക്കെ വലിയ മോശമില്ലാത്ത രീതിയിൽ, കണ്ണൂർ ജില്ലയിലും ഒക്കെ റിസൾട്ട് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ സാമുദായികമായി വലിയൊരു ചേരിതിരിവിനകത്ത് കാണാൻ കഴിയും. ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളിലാണ് UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതേ മേഖലയിൽ തന്നെയാണ് LDF വല്ലാതെ പുറകോട്ട് പോയത്. മാത്രവുമല്ല BJP ഒരു പ്രധാന ശക്തിയായിട്ട് ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് പട്ടണപ്രദേശങ്ങളിൽ, നഗരപ്രദേശങ്ങളിൽ BJPയുടെ സാന്നിധ്യം കൂടുതൽ വ്യക്തമായി. ഗ്രാമങ്ങളിൽ അത്ര തന്നെ അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പട്ടണപ്രദേശങ്ങളിൽ അത് ഇടത്തരക്കാരാണ്, അഭ്യസ്തവിദ്യരായ ഇടത്തരക്കാരുടെ ഇടയിൽ, പരമ്പരാഗതമായിട്ട് LDF വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വിഭാഗങ്ങൾക്കിടയിൽ അടക്കം ഈ BJPയുടെ കടന്നുകയറ്റം വളരെ പ്രകടമായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലാണെങ്കിലും, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി, അതല്ലെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി, മാവേലിക്കര മുനിസിപ്പാലിറ്റി, ഈവൻ താനൂർ മുനിസിപ്പാലിറ്റി, അവിടെയൊക്കെ ഈ LDF റീപ്ലേസ് ചെയ്ത് BJP വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കും എന്നുള്ള വേറൊരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ സമയത്ത് ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുന്നു, അതേസമയത്ത് തന്നെ ഭൂരിപക്ഷ വോട്ടുകളിൽ BJP വലിയ കടന്നുകയറ്റം നടത്തും. ഇത് LDF ഒരു രാഷ്ട്രീയ മുന്നണി എന്നുള്ള നിലയ്ക്കും CPM-ൻ്റെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കും താൽക്കാലികമായിട്ട് മാത്രമല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ അപകടത്തിലാക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷവും CPM-ഉം വലിയ വെല്ലുവിളി ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2026 എന്ന് പറയുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഇനി കഷ്ടിച്ച് 3 മാസം അല്ലെങ്കിൽ 4 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക്. അതിനു മുമ്പ് ഇത്ര വലിയൊരു തിരിച്ചടിയിൽ നിന്ന് അവർക്ക് കരകയറാൻ കഴിയുമോ ഇല്ലയോ, ഇതാണ് ഇവിടുത്തെ വിഷയം. കരകയറാൻ കഴിയാൻ പാടില്ലായി ഒന്നുമില്ല, അത്ര എളുപ്പമല്ല. എങ്കിൽ പോലും ഒന്നത് മാനസികമായിട്ട് മനഃശാസ്ത്രപരമായിട്ട് വലിയ തിരിച്ചടിയാണ്. അതിനെ മറികടക്കാൻ കഴിയണം. പിന്നെ മെച്ചപ്പെട്ട സംഘടനാ സംവിധാനമുണ്ട്, പണമുണ്ട്, നേതൃത്വമുണ്ട്, ഇതൊക്കെ ഉണ്ട്. LDF അനുകൂലമായിട്ട് നിരവധി ഘടകങ്ങളുണ്ട്. പക്ഷേ
മനഃശാസ്ത്രപരമായിട്ട് ഈ ഒരു തിരിച്ചടി ഉണ്ടാക്കിയ ആ ഒരു ഞെട്ടലിൽ നിന്ന്, ആഘാതത്തിൽ നിന്ന് കരകയറാനായിട്ട് എത്ര സമയമെടുക്കും, അത് മിനിമം സമയത്തിനുള്ളിൽ മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ എൽ ഡി എഫിന് ആശയ്ക്ക് വകയുള്ളൂ. അല്ലെങ്കിൽ ഒരു 90 സീറ്റോ 100 സീറ്റൊക്കെ മേടിച്ച് യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്.